ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം പഴയ നിയമത്തിലെ ഏറ്റവും ആഴമേറിയ പ്രാർത്ഥനകളിലൊന്നായ ശലോമോന്റെ സമർപ്പണ പ്രാർത്ഥനയെ അവതരിപ്പിക്കുന്നു. ദൈവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം ശലോമോൻ തന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു. ഈ അധ്യായം ഒരു രാജാവിന്റെ പ്രസംഗമല്ല, ഒരു ആത്മീയ നേതാവിന്റെ വിനയപൂർണമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ വിശ്വസ്തത, ഉടമ്പടിയോടുള്ള അവന്റെ നിഷ്ഠ, മനുഷ്യന്റെ പാപസ്വഭാവം, മാനസാന്തരത്തിന്റെ ആവശ്യകത, പ്രാർത്ഥനയുടെ ശക്തി, ദൈവത്തിന്റെ കരുണ എന്നിവ മനോഹരമായി വെളിപ്പെടുന്നു. അതുകൊണ്ട് ഈ അധ്യായം ആരാധന, പ്രാർത്ഥന, നേതൃത്വം, ഉടമ്പടി എന്നീ വിഷയങ്ങളെ പഠിക്കാൻ അത്യന്തം പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരുന്നു. നിയമപെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം ആലയത്തെ നിറച്ചു. ഈ മഹത്തായ ആത്മീയ അനുഭവത്തിന് ശേഷമാണ് ശലോമോൻ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ ക്രമം ഒരു ആത്മീയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നിടത്ത് സ്വാഭാവികമായി ഉയരുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ വാസസ്ഥലവും മനുഷ്യന്റെ വിനയവും എന്താണ്? ശലോമോൻ ആദ്യം ദൈവത്തിന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, യഹോവ കനത്ത അന്ധകാരത്തിൽ വസിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഇത് ദൈവത്തെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി ഗ്രഹിക്കാനാവില്ലെന്ന സത്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവം വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്, അതേസമയം മനുഷ്യന്റെ ഗ്രഹണത്തിന് അതീതനുമാണ്. ശലോമോൻ പണിത ആലയം ദൈവത്തെ ഉൾക്കൊള്ളുന്നതല്ല, ദൈവം തന്റെ കൃപയാൽ തന്റെ ജനത്തോടൊപ്പം വസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണത്. ഇത് സഭയ്ക്കും ഒരു പ്രധാന പാഠമാണ്. കെട്ടിടങ്ങൾ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നില്ല. ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ അവ ഉപയോഗിക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത എന്താണ്? ശലോമോൻ തന്റെ പ്രാർത്ഥനയിൽ ദാവീദിനോട് ദൈവം നൽകിയ വാഗ്ദത്തം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, ദൈവം തന്റെ വാഗ്ദാനം പറഞ്ഞതുപോലെ നിറവേറ്റിയിരിക്കുന്നു. ഇവിടെ ദിനവൃത്താന്തകാരൻ ദൈവത്തിന്റെ ഒരു പ്രധാന സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം വാഗ്ദാനം ചെയ്യുന്നവൻ മാത്രമല്ല, വാഗ്ദാനം നിറവേറ്റുന്നവനുമാണ്. മനുഷ്യർ മാറാം, സാഹചര്യങ്ങൾ മാറാം, എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറുകയുമില്ല, പരാജയപ്പെടുകയുമില്ല. ഉടമ്പടിയുടെ ദൈവമാണ് നമ്മുടേത്. ശലോമോൻ ദൈവത്തെ ഉടമ്പടി പാലിക്കുന്ന ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നു. പഴയ നിയമത്തിന്റെ ദൈവശാസ്ത്രത്തിൽ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രഹാമിനോടുള്ള ഉടമ്പടി, മോശയോടുള്ള ഉടമ്പടി, ദാവീദിനോടുള്ള ഉടമ്പടി, ഈ ഉടമ്പടികളെല്ലാം യേശുക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന വെറും ഇസ്രായേലിന്റെ ചരിത്രമല്ല, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ തുടർച്ചയാണ്. എന്താണ് പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം? ശലോമോൻ തന്റെ പ്രാർത്ഥനയിൽ വിവിധ സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പാപം സംഭവിക്കുമ്പോൾ. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണമെന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്നു. ഇത് മനുഷ്യന്റെ പാപ സ്വഭാവത്തെ അംഗീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത്, പരാജയത്തിന്റെ സമയത്ത്. ശത്രുക്കളാൽ പരാജയപ്പെടുമ്പോൾ ദൈവത്തിങ്കലേക്ക് തിരിയണം. ആത്മീയ പരാജയം അവസാനമല്ല, മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളിയാണ്. മൂന്നാമത്തേത്, വരൾച്ചയുടെ സമയത്ത്. മഴ ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് ആത്മീയ വരൾച്ചയെയും സൂചിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യമില്ലാത്ത ജീവിതം ആത്മീയ മരുഭൂമിയാണ്. നാലാമത്തേത്, ക്ഷാമവും മഹാമാരിയും ദുരന്തം വരുമ്പോഴും. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥനയാണ്
ദൈവം നൽകിയ മാർഗം. ശലോമോൻ മനുഷ്യന്റെ എല്ലാ പ്രതിസന്ധികൾക്കും ദൈവസന്നിധിയിൽ ഉത്തരമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജാതികൾക്കായുള്ള പ്രാർത്ഥന ഈ അധ്യായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിൽ ഒന്നാണ്. ശലോമോൻ അന്യജാതിക്കാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ദൈവം ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല, സകല ജാതികളുടെയും ദൈവമാണ് എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. ഇത് പുതിയ നിയമത്തിലെ സുവിശേഷത്തിന്റെ സർവ ലൗകികതയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തുവിലൂടെ എല്ലാ ജനതകൾക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചു. പ്രവാസവും പ്രത്യാശയും. ജനങ്ങൾ പാപം ചെയ്തതിനാൽ ശത്രുരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന സാഹചര്യം ശലോമോൻ മുൻകൂട്ടി കാണുന്നു. എന്നാൽ അവിടെ നിന്ന് അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കണമെന്നും ക്ഷമിക്കണമെന്നും അദ്ദേഹം അപേക്ഷിക്കുന്നു. ഇത് ദൈവത്തിന്റെ ന്യായവിധിയോടൊപ്പം അവന്റെ കരുണയും ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാസം അവസാന വാക്കല്ല, മാനസാന്തരമാണ് അവസാനത്തെ വാക്ക്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു രാജാവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ശലോമോൻ വെങ്കലവേദിയിൽ മുട്ടുകുത്തി കൈകൾ സ്വർഗത്തിലേക്ക് നീട്ടി പ്രാർത്ഥിച്ചു. ഒരു രാജാവ് ജനത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് വിനയത്തിന്റെ ഉന്നത മാതൃകയാണ്. യഥാർത്ഥ നേതൃത്വം അധികാരം പ്രകടിപ്പിക്കുന്നതിലല്ല, ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നതിലാണ്. ഇന്നത്തെ സഭാ നേതാക്കൾക്കും ഇത് ഒരു വലിയ മാതൃകയാണ്. പുതിയ നിയമത്തിലെ പൂർത്തീകരണം എന്താണ്? ശലോമോന്റെ പ്രാർത്ഥന യേശുക്രിസ്തുവിൽ കൂടുതൽ ആഴത്തിൽ നിറവേറുന്നു. യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. അവൻ നമ്മുടെ നിത്യ മധ്യസ്ഥനാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിൽ അത് കാണാം. അവനിലൂടെ ദൈവത്തോട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കേന്ദ്രം ഇനിയൊരു കെട്ടിടമല്ല, ജീവനുള്ള ക്രിസ്തുവാണ്. ഇന്നത്തെ സഭയ്ക്കുള്ള അറിയിപ്പ്. ഈ അധ്യായം ഇന്നത്തെ സഭയ്ക്ക് വിലപ്പെട്ട പാഠങ്ങളെ നൽകുന്നുണ്ട്. ഒന്നാമതായി, സഭയുടെ ശക്തി അതിൻ്റെ കെട്ടിടത്തിലോ പരിപാടികളിലോ അല്ല, പ്രാർത്ഥനയിലാണ്. രണ്ടാമതായി, ഓരോ നേതാവും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ജീവിതം നയിക്കണം. മൂന്നാമതായി, സഭ എല്ലാ ജനങ്ങൾക്കും തുറന്നിരിക്കുന്ന കൃപയുടെ ഭവനമായിരിക്കണം. നാലാമതായി, പാപം സംഭവിക്കുമ്പോൾ ഒളിച്ചോടാതെ മാനസാന്തരത്തോടെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. അഞ്ചാമതായി, ദൈവം ഇന്നും തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇവിടെ വ്യക്തിപരമായ ഒരു ആത്മപരിശോധന ആവശ്യമാണ്. ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്ഥാനം നൽകുന്നു? ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ടോ? പ്രതിസന്ധികളിൽ ആദ്യം മനുഷ്യരെയാണോ ദൈവത്തെയാണോ ഞാൻ അന്വേഷിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ടോ? എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നുണ്ടോ? 2 ദിനവൃത്താന്തം 6-ാം അധ്യായം ഒരു രാജാവിൻ്റെ സമർപ്പണ പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തോടുള്ള ജീവനുള്ള ബന്ധത്തിൻ്റെ മാതൃകയാണ്. ശലോമോൻ തൻ്റെ ഭരണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചല്ല പ്രാർത്ഥിച്ചത്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും ജനത്തിൻ്റെ ആത്മീയ നന്മയെയും കുറിച്ചാണ് പ്രാർത്ഥിച്ചത്. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ആരാധന പ്രാർത്ഥനയിൽ പൂർത്തിയാകുന്നു എന്നും യഥാർത്ഥ നേതൃത്വം മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു എന്നുമാണ്. ദൈവം എന്നും തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുകയും മാനസാന്തരപ്പെടുന്നവരെ ക്ഷമിക്കുകയും തൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തനായി നിലകൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൻ്റെ കേന്ദ്ര സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ ആലയത്തിൽ ഉയരുന്ന വിനയപൂർണമായ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകുന്നില്ല. ഉടമ്പടി പാലിക്കുന്ന ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ക്ഷമിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.